ഹലോ നമസ്കാരം. ഞാൻ ഒത്തിരി നാളായിട്ട് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് മീൻ കറി വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഹസ്ബൻഡിന് ഞാൻ വെക്കുന്ന മുളകിട്ട മീൻ കറി അത്ര ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇവിടെയുള്ള വാളംപുളിയിട്ട മീൻ കറി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതുകൊണ്ട് രണ്ടും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറി മാറി വെക്കുകയാണ് ചെയ്യാറ്. ഇപ്പം പക്ഷേ എൻ്റെ കൊച്ചിന് ചുവന്ന മീൻ കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എത്ര ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ, അമ്മ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് അങ്ങനെ ഇതിന് വരാറില്ല. ഞാൻ പക്ഷെ ശ്രമിച്ച് നോക്കാറുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് വരാറില്ല. ഇത് നല്ല എളുപ്പമുള്ള ഒരു മീൻ കറിയാണ്. ചട്ടിക്കകത്തോട്ട് കുടംപുളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീയിൽ വെക്കുക, ഉപ്പ് ഇട്ടിട്ട്. അത് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് വയ്ക്കുക. അതൊന്ന് മൂടി കുറച്ചൊന്ന് തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇടാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇച്ചിരി കൂടെ നീട്ടി വേണമെങ്കിൽ കുറച്ച് വെള്ളമായിട്ട് വെക്കാം. ഇല്ല പറ്റിച്ചെടുക്കണമെങ്കിൽ അത് കുറച്ച് നേരം കൂടി അങ്ങ് വെച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇത് അപ്പം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അടുത്ത ദിവസം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ അത്ര കളറായിട്ട് തോന്നുന്നുണ്ടാകത്തില്ല, പക്ഷെ നല്ല കളറൊക്കെ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് കൊച്ചിനൊക്കെ എരിവ് കുറച്ച് മതി, അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കുറവായിരിക്കും ഞാൻ ഇടുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ മുളക് പൊടി എടുക്കാം. പിന്നെ എൻ്റെ ചട്ടി തീരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഈ മീനെല്ലാം അതിൻ്റെ അകത്ത് കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം കൂടെ കുത്തി നിറച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് തീ ഓഫാക്കുന്നതിന് മുന്നേ കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നതൊന്നും വഴറ്റും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഉച്ചയ്ക്കത്തെ ചോറിനുള്ള സമയമായി. മീനും പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു, പിന്നെ അതുപോലെ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു തോരനും ഉണ്ടായിരുന്നു. അതും കൂടി കൂട്ടി ഞങ്ങൾ ചോറുണ്ട്.